ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയുന്നത് റീനൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിലെ യൂണിറ്റ് 2-ലെ ബാക്കിയുള്ള പോർഷൻസ് ആണ്. അണ്ടർസ്റ്റാൻഡിങ് മാക്രോ ന്യൂട്രിയൻസ് ആൻഡ് മൈക്രോ ന്യൂട്രിയൻസ് ആണ് ഈ ഒരു ഓഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ ബാലൻസ്ഡ് ഡയറ്റിൽ മാക്രോ ന്യൂട്രിയൻസും അതുപോലെ തന്നെ മൈക്രോ ന്യൂട്രിയൻസും കൃത്യമായിട്ടുള്ള അളവിൽ ഉണ്ടെങ്കിലാണ് നമുക്കൊരു കൃത്യമായിട്ടുള്ളൊരു ഹെൽത്ത്, ഇല്ലെങ്കിൽ നമുക്കൊരു നല്ലൊരു ആരോഗ്യം നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നമ്മുടെ മാക്രോ ന്യൂട്രിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ് ഒക്കെയാണ്. മൈക്രോ ന്യൂട്രിയൻസിൽ വരുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഓരോ എന്താ പറയുക മാക്രോ ന്യൂട്രിയൻസിനെ കുറിച്ചിട്ടാണ് അവിടെ നമ്മൾ പറയുന്നത്. ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്. ഓക്കെ, അപ്പോൾ ഓരോന്നിനെയും കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത് വരുന്നത് കാർബോഹൈഡ്രേറ്റ്. കാർബോഹൈഡ്രേറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു 45 മുതൽ 65% നമുക്ക് കലോറീസ് തരുന്നത് കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നാണ്. മെയിനായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് ബോൾ ഗ്രെയിൻസ്, അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ലെഗ്യൂംസ് ഒക്കെയാണ്. നെക്സ്റ്റ് വരുന്നത് പ്രോട്ടീൻസ് ആണ്. പ്രോട്ടീൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടിഷ്യൂ റിപ്പയറിങ്ങിനും അതുപോലെ തന്നെ ഇമ്മ്യൂൺ ഫങ്ഷന്, മസിൽ മാസിന് വേണ്ടിയിട്ടൊക്കെയാണ് പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ളത്. ഇതിൻ്റെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം മാംസങ്ങളും അതുപോലെ തന്നെ മീൻ, മുട്ട, ലെഗ്യൂംസ്, നട്ട്സ്, സീഡ്സ് ഒക്കെയാണ്. ഫാറ്റ്സ് എന്ന് പറയുന്നത് ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ലോങ് ലാസ്റ്റിംഗ് എനർജി നൽകുന്നതും അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനൊക്കെ വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒന്നാണ് ഫാറ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള സോഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവക്കാഡോ, നട്ട്സ്, സീഡ്സ്, ഒലിവ് ഓയിൽ, ഫാറ്റി ഫിഷ് ഒക്കെയാണ്. ഈ ഫാറ്റി ഫിഷിൽ നിന്ന് നമുക്ക് ഒമേഗ 3s ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നെക്സ്റ്റ് വരുന്നത് വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആണ്. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് എന്ന് പറഞ്ഞെങ്കിൽ അത് നമുക്ക് മെറ്റാബോളിക് പ്രോസസ്സിന് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷിക്കും നമ്മുടെ ശരീരത്തിലെ ഹെൽത്തിനൊക്കെ ആവശ്യമാണ്. ഇതിൻ്റെ മെയിൻ സോഴ്സുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഡയറി പ്രൊഡക്ട്സ്, വോൾ ഗ്രെയിൻസ്, ലീൻ പ്രോട്ടീൻസ് ഒക്കെയാണ്. ഇനി ഇതിൻ്റെ സ്കിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മളൊരു ഫുഡ് പ്രൊഡക്റ്റ് വാങ്ങിച്ച് കഴിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ എന്ത് ചെയ്യണം, മാക്രോ ന്യൂട്രിയൻസും മൈക്രോ ന്യൂട്രിയൻസിനും അളവ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ അതിൻ്റെ ലാബിൽ നോക്കിയിട്ട് നമ്മൾ പരിശോധിച്ചിട്ട് വേണം കഴിക്കാനായിട്ട്. ഇപ്പോൾ നമ്മളൊരു ഡയറ്ററി പ്ലാനൊക്കെ തയ്യാറാക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എന്താ പറയുക, ഇങ്ങനെയുള്ള ലാബിലൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ നന്നായിരിക്കും. കാരണം നമുക്ക് എത്രത്തോളം അളവ് നമ്മൾ പ്രോട്ടീൻസ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട്, ഫാറ്റ് ഇൻടേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വരുന്നത് യൂട്ടിലൈസിങ് ഡയറ്ററി ഗൈഡ് ലൈൻസ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ ഗവൺമെൻറ് ഏജൻസീസ് ആയിട്ടുള്ള USDAയും അതുപോലെ തന്നെ WHO നമുക്ക് ഡെയിലി റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന, ഇല്ലെങ്കിൽ നമുക്ക് ഒരു ദിവസം എത്രത്തോളം പ്രോട്ടീൻസ്, കാർബോഹൈഡ്രേറ്റ് ഇൻടേക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നമ്മുടെ വയസ്സിനനുസരിച്ചും ജെൻഡറിനനുസരിച്ചും ആക്ടിവിറ്റി ലെവലിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് ഈ ഒരു നമുക്ക് USDAയും അതുപോലെ തന്നെ WHO എത്രത്തോളം അളവ് കഴിക്കണം എന്നുള്ളത് പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു ഗൈഡ് ലൈനാണ് തന്നിട്ടുള്ളത്. അതിലെങ്ങനെയാണ് നമുക്ക് ഭക്ഷണങ്ങളെ കഴിക്കേണ്ടത് അതിനുള്ളൊരു അവബോധം നൽകുന്ന ഒരു കാര്യമാണ് തന്നിരിക്കുന്നത്. യൂസ് ടൂൾ ലൈക്ക് മൈ പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അത് USDA കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇതിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നു, അതായത് നമ്മളിപ്പോൾ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫുഡ് കഴിക്കുകയാണെങ്കിൽ അതിൽ എത്രത്തോളം പോർഷൻ ഓരോ ഫുഡും കഴിക്കണം എന്നുള്ള കാര്യമാണ് യൂസ് ടൂൾസ് ലൈക്ക് മൈ പ്ലേറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത് വരുന്നത് അണ്ടർസ്റ്റാൻഡ് പോർഷൻ സൈസസ്. അതിൽ വരുന്നത് ഓവർ എസ്റ്റിമേറ്റിംഗ് ഓർ അണ്ടർ എസ്റ്റിമേറ്റിംഗ് പോർഷൻ സൈസസ് ക്യാൻ ലീഡ് ടു അൺബാലൻസ്ഡ് ന്യൂട്രിയൻറ്റ് ഇൻടേക്ക്. അതായത് നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ എത്രത്തോളം ന്യൂട്രിയൻ്റ്, അതായത് നമ്മുടെ ശരീരത്തിൽ അൺബാലൻസ് ആയി പോകുന്നൊരൈറ്റമാണോ നമ്മൾ കഴിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അണ്ടർസ്റ്റാൻഡ് പോർഷൻ സൈസസ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. ഇനി അതിൻ്റെ സ്കിൽ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഡയറ്ററി ഗൈഡ് ലൈൻസ് അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ എത്രത്തോളം കലോറീസ് അല്ലെങ്കിൽ എത്രത്തോളം ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നുണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലിന് അനുസരിച്ചിട്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ് വരുന്നത് ഇൻകോർപ്പറേറ്റിംഗ് വെറൈറ്റി ആൻഡ് മോഡറേഷനാണ്. അതിൽ വരുന്നത് ബാലൻസ്ഡ് ഡയറ്റിൽ നമുക്കിപ്പം
നമുക്ക് ഡിഫറെൻറ്റ് ഫുഡ് ഗ്രൂപ്പ്സും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലെ മോഡറേഷൻസും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ മോഡറേഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഫുഡിൽ നിന്ന് നമുക്കിപ്പോൾ കലോറീസ് അധികമുള്ള ഫുഡുകൾ നീക്കുക, അല്ലെങ്കിൽ ഫാറ്റ് അധികമുള്ള ഫുഡുകൾ നീക്കുക, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ചില ടിപ്സുകളാണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. ഒന്നാമത് പറയുന്നത് ഈറ്റ് എ റെയിൻബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റി ഓഫ് കളേഴ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ നമ്മൾ എന്താണ് കഴിക്കണം. അങ്ങനെയുള്ളത്, അതായത് നമുക്ക് പലതരത്തിലുള്ള, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള റെയിൻബോ എന്ന് ഉദ്ദേശിക്കുന്നത് റെയിൻബോനെ കഴിക്കാനല്ല, നമുക്ക് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഇതൊക്കെ പല കളറിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഫുഡുകൾ കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിലേക്ക് വൈറ്റമിൻസ്, മിനറൽസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ വരാനായിട്ട് സാധിക്കും. പിന്നെ വരുന്നത് ലിമിറ്റ് പ്രോസസ്സഡ് ഫുഡ്സ് ആണ്. പ്രോസസ്സഡ് ഫുഡ് ലിമിറ്റ് ചെയ്യുക, അതായത് നമുക്ക് എന്താണ് അതിലൊക്കെ എക്സസ് ആയിട്ട് സോഡിയം, ഷുഗേഴ്സ്, അൺഹെൽത്തി ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വരുന്നത് പ്രാക്ടീസ് പോർഷൻ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഓരോ ഐറ്റംസ് നമ്മൾ കഴിക്കുന്നത് എത്ര കപ്പാണ്, അല്ലെങ്കിൽ എത്ര സ്കെയില് നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ ഹാൻഡ് പോർഷൻസ്, ഇതൊക്കെ വഴി നമുക്ക് എത്രത്തോളം അളവ് നമ്മുടെ ശരീരത്തിലേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ സ്കില്ലെന്ന് പറയുമ്പോൾ അതായത് നമ്മൾ എത്രത്തോളം ഫുഡ് ഇല്ലെങ്കിൽ ഡെവലപ്പ് ദ ഹാബിറ്റ് ഓഫ് മീൽ prepping with a wide variety of whole foods to promote diversity in nutrient intake. അതായത് നമുക്ക് പലതരത്തിലുള്ള ഫുഡുകൾ, പല വൈവിധ്യങ്ങളുള്ള ഫുഡുകളിലൂടെ നമ്മുടെ ശരീരത്തിൽ ന്യൂട്രിയൻസ് എത്തുന്നതിനൊക്കെ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യലൈസ്ഡ് ഡയറ്റ്സ്, റീനൽ ഡയറ്റ്സ് ആണ്. റീനൽ ഡയറ്റ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ്, നമ്മുടെ കിഡ്നി ഡിസീസുകളൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് റീനൽ ഡയറ്റുകൾ നമ്മൾ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് കൂടുതലായിട്ട് വരുന്നത് പ്രോട്ടീൻസ്, സോഡിയം, പൊട്ടാസ്യം, ഫോസ്ഫറസ് അങ്ങനെയുള്ള ഫുഡുകളൊക്കെയാണ് നമ്മൾ ഈ ഒരു ഡയറ്റിൽ കൺട്രോൾ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് കമ്പോണൻസ് ഓഫ് എ റീനൽ ഡയറ്റ്. എന്തൊക്കെയാണ് റീനൽ ഡയറ്റിലുള്ള കമ്പോണൻസ്? ഒന്നാമത് വരുന്നത് പ്രോട്ടീനാണ്. പ്രോട്ടീൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ പ്രോട്ടീൻ കിഡ്നീസ് എന്ത് പ്രോസസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ പ്രോട്ടീൻ വേസ്റ്റുകൾ പ്രോസസ് ചെയ്യുന്നുണ്ട്. ലിമിറ്റിംഗ് പ്രോട്ടീൻ ഇൻടേക്ക് റെഡ്യൂസസ് സ്റ്റെയിൻസ് on the kidneys. Choose high quality lean proteins like fish, poultry and eggs. അപ്പോൾ നമ്മൾ ഹൈ ക്വാളിറ്റിയിലുള്ള ലീൻ പ്രോട്ടീൻസ് ആയിട്ടുള്ള ഫിഷ്, പോൾട്ടറി ആൻഡ് എഗ്സ് ഒക്കെ കഴിക്കുക. പിന്നെ സോഡിയം നെക്സ്റ്റ് വരുന്നത് സോഡിയമാണ്. സോഡിയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് റെഡ്യൂസിങ് സോഡിയം, നമ്മൾ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കണം. അപ്പോൾ സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് വഴി നമുക്ക് ബ്ലഡ് പ്രഷറൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഫ്ലൂയിഡ് ബാലൻസ് മാനേജ് ചെയ്യാം. പിന്നെ അതുവഴി നമ്മുടെ ശരീരത്തിന്, അതായത് നമ്മുടെ കിഡ്നിക്കൊക്കെ പ്രധാനമായിട്ട് അസുഖം ഉണ്ടാക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്, ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കുന്നത് വഴി, സോഡിയത്തിൻ്റെ അളവ് കുറയ്ക്കുന്നത് വഴി നമുക്ക് ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് സാധിക്കും. അതുവഴി നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, നമുക്ക് കിഡ്നി ഫങ്ഷൻ നോർമലാക്കി വെക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ലിമിറ്റ് പ്രോസസ്ഡ് ഫുഡ്സ്, സോൾട്ടി സ്നാക്സ് ആൻഡ് ക്യാൻഡ് ഫുഡ്സ്. നമുക്ക് പ്രോസസ്ഡ് ഫുഡുകൾ ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സോൾട്ടി സ്നാക്കുകളും ക്യാൻഡ് ഫുഡ്സൊക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഹെർബ്സ് ആൻഡ് സ്പൈസസുകളൊക്കെ നമ്മൾ എന്താണ് യൂസ് ഹെർബ്സ് ആൻഡ് സ്പൈസസ് ഫോർ ഫ്ലേവർ ഇൻസ്റ്റെഡ് ഓഫ് സോൾട്ട്.